ഇന്ന് മനുഷ്യർക്ക് പുകഴുവാൻ വളരെയേറെ കാര്യങ്ങളുണ്ട്. ഒരു സമയത്ത് നമുക്ക് സ്വപ്നം കാണുവാൻ പോലും കഴിയാതിരുന്ന പലതും ഇന്ന് നാം സ്വന്തമാക്കി കഴിഞ്ഞു. എന്നാൽ അവയൊക്കെ താൽക്കാലികങ്ങൾ മാത്രമാകുന്നു എന്ന് മറക്കരുത്. നമുക്കെന്തെങ്കിലും പുകഴുവാനുണ്ടെങ്കിൽ ആയത് നമ്മുടെ ആത്മീയ മൂല്യങ്ങളും സാൻമാർഗിക മൂല്യങ്ങളും നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിത ലക്ഷ്യവുമൊക്കെ ആയിരിക്കേണ്ടതാണ്. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ക്രിസ്തുവിൻ്റെ മനസ്സാകുന്നു ഒരു ദൈവവേലക്കാരൻ്റെ പ്രാഥമിക യോഗ്യത. യെരുസലേമേ യെരുസലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് വിലപിക്കുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയമാകുന്നു യിരെമ്യാ പ്രവാചകൻ 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. നമ്മെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന ആ ചിന്തകളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. യിരെമ്യാവ് പറയുന്നത് കേട്ടപ്പോൾ മുൻപോട്ട് വന്ന് തങ്ങൾ ഇനിയും ദൈവത്തെ അനുസരിച്ചോളാം എന്ന് പറയുന്ന ആരും തന്നെ യിരെമ്യാവിനെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല എന്ന് നാം യിരെമ്യാ പുസ്തകം പഠിക്കുമ്പോൾ കാണുന്നു. യിരെമ്യാവിൻ്റെ ദൂത് ആരും ചെവിക്കൊണ്ടില്ല. എന്നാലും അതറിയിക്കുക എന്നത് യിരെമ്യാവിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. ദൈവം അവനോട് ആ ജോലി ചെയ്യുവാൻ പറഞ്ഞു. തൻ്റെ വചനം അറിയിക്കുന്ന ജോലി. ഒരു നല്ല പ്രതികരണവും ഇല്ലെങ്കിൽ പോലും അവനത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം വരെ നാം കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെയൊരു സ്ഥിതിവിശേഷമായിരുന്നു. തുടർന്ന് ദൈവത്തിൻ്റെ ഹൃദയഭാരം യിരെമ്യാവ് തൻ്റെ ജനത്തെ അറിയിക്കുകയാണ്. 9-ാം അധ്യായം ആരംഭിക്കുന്നത് തൻ്റെ ഹൃദയവേദന അറിയിച്ചുകൊണ്ടാണ്. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യിരെമ്യാവിൻ്റെ മേൽ ഉണ്ടായ ഫലം ഇതത്രേ. എങ്ങനെയാണ് അവൻ തൻ്റെ ദൂത് നൽകിയത്? മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നീരസത്തോടെ അവരെ വിമർശിക്കുന്ന മനോഭാവമായിരുന്നുവോ യിരെമ്യാവിൻ്റേത്? അല്ല, ഒരിക്കലുമല്ല. തൻ്റെ കണ്ണുകൾ രണ്ടിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ദൈവം നൽകിയ ദൂത് അറിയിച്ചു. താൻ അറിയിച്ച ദൂത് തൻ്റെ ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറം യെരുശലേമിനോട് വളരെ കർക്കശമായൊരു ദൂത് അറിയിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന യേശുവിനെ നാം കാണുന്നു. അന്ന് അവനെ കണ്ടപ്പോൾ ചില ആളുകൾ ചിന്തിച്ചു, യിരെമ്യാവ് മടങ്ങി വന്നിരിക്കുകയാണെന്ന്. നാം അറിയിക്കുന്ന ദൂത് നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം സ്പർശിക്കേണ്ടതുണ്ട് എന്ന് ഓർക്കുക. യിരെമ്യാവ് തുടർന്ന് പറയുന്നു 2-ാം വാക്യത്തിൽ: അയ്യോ, എൻ്റെ ജനത്തെ വിട്ട് പൊയ്ക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ളൊരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അവരെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ. തൻ്റെ ദേശത്തിന് നാശം കൊണ്ടുവരുന്ന തൻ്റെ ജനത്തിൻ്റെ പാപം കാണാതിരിക്കത്തക്കവണ്ണം മരുഭൂമിയിൽ എവിടെയെങ്കിലും ഓടിപ്പോയിരുന്നെങ്കിൽ, നിർജ്ജന പ്രദേശത്ത് പോയി താമസിച്ചിരുന്നെങ്കിൽ എന്ന് യിരെമ്യാവ് ആഗ്രഹിച്ചു. ഇനിയും നമുക്ക് 23-24 വാക്യങ്ങൾ നോക്കാം. അവിടെ നാം വായിക്കുന്നത്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. തിരുവചനത്തിലെ അതിമഹത്തായ 2 വാക്യങ്ങളാണിവ. പല സ്ഥാനത്തും ഇത് നാം ഉദ്ധരിച്ച് കേൾക്കാറുണ്ടല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ നിരസിച്ച് കളഞ്ഞ ഒരു കൂട്ടം ജനത്തോടാണ് ഇത് പറഞ്ഞത് എന്ന് നാം മറക്കരുത്. ഒരു രാഷ്ട്രമെന്ന നിലയിൽ നാം സാധാരണ പുകഴുന്നത് എന്തിലൊക്കെയാണ്? നാം മാനുഷികമായ അറിവിലും
ധനത്തിലും ശക്തിയിലും സൈന്യത്തിലും ഒക്കെ ആശ്രയിക്കും. നമ്മുടെ സാമ്പത്തിക വളർച്ചയിലും വിദ്യാഭ്യാസത്തിലും ജോലിയിലും ബുദ്ധിസാമർഥ്യത്തിലും ഒന്നും ആശ്രയിക്കേണ്ടതില്ല. നമുക്കെന്തെങ്കിലും പുകഴുവാനുണ്ടെങ്കിൽ ആയത് നമ്മുടെ ആത്മീക മൂല്യങ്ങളിലും സാൻമാർഗിക മൂല്യങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും ജീവിത ലക്ഷ്യത്തിലുമൊക്കെ ആയിരിക്കണം. ഈ മൂല്യങ്ങളെക്കുറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മിണ്ടുന്നുപോലുമില്ല എന്നത് എത്ര പരിതാപകരമായ അവസ്ഥയാണ്. വളർന്നു വരുന്ന തലമുറ എത്ര ക്രൂരവും ലക്ഷ്യബോധമില്ലാത്തതുമാകുന്നു. വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ വഴി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സമൂഹം വഴി തപ്പുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ലെന്നെനിക്കറിയാം. യിരെമ്യാവിനെയും ആർക്കും അന്ന് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഞാൻ യിരെമ്യാവിനോടൊപ്പം നിൽക്കുവാൻ പോവുകയാണ്. കാരണം ഒരു ഉണർവിനുള്ള ആശ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിന്ന് ആവശ്യം അതുതന്നെയാണ്. നാം വായിച്ചു, പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ദൈവമില്ലാത്ത ഈ സിദ്ധാന്തത്തിനപ്പുറം അറിയാവുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെയാണ് ഇന്ന് നമുക്ക് ആവശ്യം. ദൈവത്തെയും ദൈവവചനത്തെയും അറിയുകയും അത് അനുസരിക്കുകയും ചെയ്യുന്ന ജനത്തെയാണ് നമുക്ക് ആവശ്യം. ദൈവത്തിലേക്ക് ജനം മടങ്ങി വരുന്നതാണ് ഇന്ന് ആവശ്യം. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ജീവിക്കുന്നതാണ് ഇന്ന് ആവശ്യം. ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ യിരെമ്യാവ് നൽകിയ ദൂത് 9-ാം അധ്യായത്തിൽ അവസാനിക്കുന്നു. തുടർന്ന് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയതിന് ശേഷമുണ്ടായ നവോത്ഥാനത്തെക്കുറിച്ച് 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നു. ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയത് യോശിയ രാജാവിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കി. തങ്ങളെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിൽ നിന്നും തൻ്റെ ജനം എത്ര ദൂരം പോയി എന്ന് രാജാവ് മനസ്സിലാക്കി. ആ ചിന്ത അദ്ദേഹത്തെ ആകെ ചിന്തിപ്പിച്ചു, ചലിപ്പിച്ചു. അങ്ങനെ അവൻ ആകെ രൂപാന്തരപ്പെട്ടു. തങ്ങൾ ദൈവത്തെ സേവിക്കുമെന്നുള്ള ഒരു ഉടമ്പടിയിൽ രാജാവ് തൻ്റെ ജനത്തെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാകുന്നു എന്നുള്ളത് യോശിയ രാജാവിൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും തൻ്റെ ദേശത്തുണ്ടായ ആ ആത്മീയ ഉണർവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജനങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്ന ഒന്നത്രേ, ദൈവത്തിന് പകരമായി ചിലതൊക്കെ. ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കാത്തവർ എപ്പോഴും ദൈവത്തിന് പകരം ചിലതിനെ എപ്പോഴും ആരാധിക്കും എന്ന വസ്തുത നാം വിട്ടുപോകരുത്. ചില വ്യക്തികൾക്ക് തങ്ങൾ തന്നെയാണ് തങ്ങളുടെ ദൈവം. അവർ സ്വയം ആരാധിക്കുന്നു. മറ്റു ചിലർ പണത്തെ ആരാധിക്കുന്നു. ധനസമ്പാദനത്തിനായി അവർ ഏതു മാർഗവും സ്വീകരിക്കും. ചിലർക്ക് വിനോദമാകുന്നു തങ്ങളുടെ ദൈവം. മറ്റു ചിലർക്ക് പേരും പെരുമയുമാണ് ദൈവം. പേരുണ്ടാക്കാൻ ഏത് കുറുക്ക് വഴിയും അവർ സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അവരുടെ അഭിമാനം പോലും വിൽക്കുവാൻ അവർക്ക് മടിയില്ല. ദൈവത്തിന് പകരമായി മനുഷ്യൻ്റെ കയ്യിൽ വളരെയേറെ കാര്യങ്ങളുണ്ട്. അത് അപകടകരമാകുന്നു. അതേക്കുറിച്ച് യിരെമ്യാവ് സംസാരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. ഇസ്രായേൽ ഗൃഹമേ, യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പീൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. യിരെമ്യാവിൻ്റെ സമയത്ത് ജനം ചെയ്തത് തന്നെയാണ് ഇന്നും മനുഷ്യർ ചെയ്യുന്നത്. അതായത് നക്ഷത്രം നോക്കി ജാതകം നോക്കിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നു. തങ്ങൾ ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചതെന്നും ഓരോ ദിവസവും എങ്ങനെ ക്രമീകരിക്കാം എന്നുമൊക്കെ പത്രങ്ങളിലും മാസികകളിലും സാമൂഹിക മാധ്യമങ്ങളിലും TV-യിൽ പോലും അത് സത്യമാകുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ വിശദീകരിച്ച് നാം കേൾക്കാറുണ്ടല്ലോ. ദൈവം നൽകുന്ന മുന്നറിയിപ്പ്, ജാതികളുടെ വഴി പഠിക്കരുത്. മുഹൂർത്തം നോക്കുന്നതും അതുപോലെയുള്ള ഫലങ്ങളെക്കുറിച്ച് പഠിച്ച് പിൻപറ്റുന്നതും വിജാതീയരിൽ നിന്നും വന്നിട്ടുള്ളതാണ്. 3-ഉം 4-ഉം വാക്യങ്ങൾ, 10-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അതൊരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചുകൊണ്ട് ചെയ്ത പണിയുമത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റുകയും കൊണ്ട് ഉറപ്പിക്കുന്നു. യിരെമ്യാവ് ഇവിടെ പറയുന്നത് ദൈവത്തിന് പകരമായി മനുഷ്യർ ഉണ്ടാക്കി ആരാധിക്കുന്ന രൂപങ്ങളെക്കുറിച്ചാണ്. അത് ഏത് രൂപമാണെങ്കിലും ശരി, വിഗ്രഹമാണ്.
മിഥ്യാമൂർത്തി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവ മായ അഥവാ ഒന്നുമില്ലാത്തത്, ഏതുമില്ലാത്തത് എന്ന അർത്ഥത്തിലാണ്. മിഥ്യാമൂർത്തി. തൻ്റെ സമയത്തെ വിഗ്രഹാരാധനയെ യിരെമ്യാവ് ശക്തമായ ഭാഷയിൽ ആക്ഷേപിക്കുകയാണ്. അവൻ അതിനെ വിശദീകരിക്കുന്നത് എത്ര യാഥാർത്ഥ്യബോധത്തോടെയാണ്. ഇതേതെങ്കിലും പ്രത്യേക മതത്തെക്കുറിച്ചല്ല. ക്രിസ്തു മതത്തിലും ഈ ആരാധന ആകാവുന്നതാണ്, ഇന്നുണ്ടല്ലോ. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവേ, നിന്നോട് തുല്യനായവൻ ആരുമില്ല, നീ വലിയവനും നിൻ്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. യഹോവയെ മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്തുവാൻ കഴിയില്ല. ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും മാറി ചുറ്റും കാണുന്ന അതും ഇതും ആരാധിക്കുന്നത് എത്രയോ മോശപ്പെട്ട കാര്യമാകും. 11-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിന് കീഴിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറവീൻ. ലോകത്തിൽ ദൈവങ്ങളെന്ന് പറഞ്ഞ് മനുഷ്യർ വളരെയേറെ കാര്യങ്ങളെ ആരാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞതൊന്നും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമല്ല. അതുകൊണ്ട് തന്നെ അവയെ ദൈവമാക്കി ചിന്തിക്കുവാനും ആരാധിക്കുവാനും ആർക്കും അവകാശമില്ല, സാധിക്കില്ല. ജീവനുള്ള നമ്മുടെ ദൈവമാകുന്നു ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത്. 12-ാം വാക്യം, അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു, തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. ആകാശത്തിൽ കാണുന്ന നക്ഷത്രങ്ങൾ അവിടെ നിൽക്കുന്നതിന് കാരണം ദൈവം അവയെ ആക്കി വച്ചിരിക്കുന്നു എന്നതിനാലാണ്. തനിക്കിഷ്ടമുള്ളിടത്ത് അവൻ അവയെ നിർത്തി. അവയെ എവിടെ എങ്ങനെ നിർത്തണമെന്ന് ദൈവം നമ്മോട് ആരോടും ആലോചിച്ചില്ല. ഇത് അവിടുത്തെ പ്രപഞ്ചമാകുന്നു. നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യനായ ഒരേ ഒരുവൻ നമ്മുടെ ദൈവം മാത്രമാകുന്നു. അവനെ ആരാധിക്കുന്നത് മാത്രമാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. മറ്റെല്ലാം മഠേത്തരമാകുന്നു എന്ന് തന്നെ ഞാൻ പറയട്ടെ. 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവേ, മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു. തൻ്റെ വചനത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പാടുകൾ കൂടാതെ ഒരു മനുഷ്യനും നേരായ വഴിയിൽ നടക്കുവാൻ കഴിയുകയില്ല. ദൈവവചനത്തിൽ നിന്നും മാറുന്ന നിമിഷം ഒരു വ്യക്തി തെറ്റിപ്പോകുന്നു. അത് സ്വാഭാവികമായ ഒരു കാര്യമാകും. വാസ്തവത്തിൽ നാം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ദൈവവചനത്തിൽ നിന്നും മാറുമ്പോൾ നാം വഴിതെറ്റുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നാം സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടേണ്ടതാണ്. അല്ലാത്തത് നമ്മെ നാശത്തിൽ കൊണ്ടെത്തിക്കും. നൂറ്റാണ്ടുകളായി കാണാതെ പോയിരുന്ന യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം യഹൂദയിൽ യോശിയ രാജാവിൻ്റെ കാലത്ത് കണ്ടെത്തുകയും ആയത് രാജാവിൻ്റെ ആജ്ഞപ്രകാരം ജനങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തതിന് ശേഷം യിരെമ്യാവ് നൽകിയ ദൂതാണ് 11ഉം 12ഉം അധ്യായങ്ങളിൽ നാം കാണുന്നത്. ഇത്തരുണത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് 10 കൽപ്പനകൾ കൊടുത്തതിനെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 10 കൽപ്പനകൾ നൽകിയതിന് ശേഷം കൽപ്പനകൾ അനുസരിക്കാതിരുന്നാൽ ദൈവം അവർക്ക് നൽകുവാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യിരെമ്യാവ് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ അയൽക്കാരനോട് നാം ഇടപെടുന്ന വിധം, നാം നമ്മുടെ ബിസിനസ് ചെയ്യുന്ന വിധം, നാം സമൂഹത്തിൽ ജീവിക്കുന്ന വിധം എന്നിവ. എന്തും ചെയ്തിട്ട് ദൈവത്തെ സേവിക്കാമെന്നുള്ള ചിന്ത യിരെമ്യാവ് നിഷേധിക്കുന്നതാണ് നാം കാണുന്നത്. അനേകരും ചിന്തിക്കുന്നത് ഉപദേശം ശരിയായിരുന്നാൽ മതി, അഥവാ അനുഷ്ഠിക്കേണ്ട ചടങ്ങുകളെല്ലാം അനുഷ്ഠിച്ചാൽ മതി, പിന്നെ എല്ലാം നേരെ ആയിക്കൊള്ളുമെന്നാണ്. എന്നാൽ ഉപദേശം ശരിയായിരിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നാം ജീവിക്കുന്ന നമ്മുടെ ജീവിതം ശരിയായിരിക്കുന്നതും. ഈ കാര്യത്തിൽ താങ്കൾ എത്ര സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത് സുഹൃത്തെ? ജീവിതം നിർമ്മലമാണോ? അതത്രേ പ്രവാചകൻ ഇനിയും ഊന്നി പറയുന്നത്. നാം സത്യസന്ധരാകുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ചെന്ന് അവനോടൊപ്പം നടക്കേണ്ടതിൻ്റെ ആവശ്യകത നാം അവനോട് ഏറ്റുപറയും. എന്നാൽ യിരെമ്യാവിൻ്റെ സമയത്ത് അധികം ആരും അങ്ങനെ സമർപ്പിച്ചില്ല. ഇന്നും അധികം ആരും അത് ചെയ്യുന്നില്ല എന്നതാണ് ദുഃഖകരം. യിരെമ്യാ പ്രവചനം 11-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 11-ന്റെ 1ഉം 2ഉം. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്, ഈ നിയമത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട്
യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പ്രസ്താവിപ്പീൻ. ഇവിടെ ഈ നിയമം എന്ന് പറയുന്നത് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയപ്പോൾ അത് മുഴുവൻ ജനത്തെ വായിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് യോശിയ രാജാവ് നേതാക്കന്മാരെ വിളിച്ചിട്ട് തങ്ങൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുമെന്ന് ഒരു ഉടമ്പടി ചെയ്യിപ്പിച്ചു. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ന്യായപ്രമാണ പുസ്തകം കണ്ടുപിടിക്കുന്നത് വരെ ജനങ്ങൾക്ക് ന്യായപ്രമാണം അറിയില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് അതറിയാം എന്ന് മാത്രമല്ല, അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതുമാണ്. അതുകൊണ്ട് ദൈവം പറയുന്നു, ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന്. ദൈവവചനം ഒരിക്കൽ പോലും കേൾക്കാതെ വല്ല കാട്ടിലും മലയിലും ജീവിക്കുന്നതാണ് എന്നും വചനം കേട്ടിട്ട് അനുസരിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും പറയും. കാരണം കേട്ടിട്ടും അനുസരിക്കാതിരിക്കുന്നവർക്ക് അധികം ശിക്ഷ തീർച്ചയാണ്. തൻ്റെ സ്വന്തം ദേശമായ അനാഥോത്തിൽ നിന്നും തന്നെ തള്ളിക്കളഞ്ഞത് പറഞ്ഞുകൊണ്ടാണ് 11-ാം അധ്യായം അവസാനിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാട് പോലെ ആയിരുന്നു. അവൻ്റെ പേർ ആരും ഓർക്കാതെ ഇരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ ഫലത്തോടുകൂടെ നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിച്ച് കളക എന്നിങ്ങനെ അവർ എൻ്റെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതുമില്ല. നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. ഞാൻ എൻ്റെ വ്യവഹാരം നിന്നെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നീ ഞങ്ങളുടെ കയ്യാൽ മരിക്കാതെ ഇരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞ് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവം യിരെമ്യാവോട് പറയുകയാണ്, ഇനി മേലിൽ അനാഥോത്തുകാരോട് സംസാരിക്കരുത്. അവർ അവനെ തള്ളിക്കളഞ്ഞു. അവർ യിരെമ്യാവിനെ കൊല്ലുവാൻ ആലോചിക്കുന്നു. അവരോട് ഇനിയും പ്രവചിക്കുവാൻ ഒരുമ്പെടരുത് എന്ന് ദൈവം പറയുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കാത്ത, ദൈവവചനം ശരിയായി പഠിപ്പിക്കാത്ത അനേകം സഭകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഒരു കാലത്ത് അവർ ദൈവത്തിനായി നിന്നതായിരിക്കാം. ചില ആളുകൾ ചിന്തിക്കുന്നത് അവരുടെ സഭയിൽ അംഗങ്ങൾ കുറയുന്നത് വളരെ ഖേദകരമാകുന്നു എന്നത്രേ. തീർച്ചയായിട്ടും ശോചനീയമായ അവസ്ഥ അതല്ല. അവരുടെ ആരാധനകളിൽ ദൈവവചനം പഠിപ്പിക്കുന്നില്ല എന്നതാണ് പരിതാപകരം. അനാഥോത്തിൽ വചനം നൽകുന്നത് യിരെമ്യാവ് നിർത്തി. അവൻ ആ ദേശത്ത് നിന്നും വേറെ എവിടെയോ പോയി. കാരണം അവിടെയുള്ള ജനം അവനെ കൊല്ലുവാൻ പരിപാടിയിട്ടു. അവർ ദൈവവചനം തള്ളിക്കളഞ്ഞു. എന്തൊരു ചിത്രമില്ലേ! ദൈവത്തിനായി നിൽക്കുക എന്നത് യിരെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം വില കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നു. അത് അവൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന് മാത്രമല്ല, തൻ്റെ സ്വന്തം ദേശത്തെ തന്നിൽ നിന്നും അകറ്റുകയും ചെയ്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രവാചകന് തൻ്റെ പിതൃദേശത്ത് സാക്ഷ്യമില്ല എന്ന് യേശു താൻ പറഞ്ഞു. താൻ വളർന്ന നസറേത്തിൽ നിന്നും മാറി കഫർന്നഹൂമിൽ തൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കേണ്ട സ്ഥിതി ക്രിസ്തുവിനുണ്ടായി. യിരെമ്യാവിൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഇന്ന് നാം സാധാരണ കേൾക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ദൂത് യിരെമ്യാവ് തൻ്റെ ജനത്തോട് അറിയിക്കുകയാണ്. ഇന്ന് നാം വലിയ വലിയ പ്രസംഗകരെയൊക്കെ ടി വിയിലും ക്രൂസൈഡുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കേൾക്കാറുണ്ടല്ലോ, കാണാറുണ്ടല്ലോ. യേശുവിൻ്റെ അടുത്തേക്ക് വരിക, അവൻ നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിത്വം തരും, നിൻ്റെ ബിസിനസ്സിൽ നീ ഉയരും, രോഗമൊന്നും ഇനിയും വീട്ടിൽ വരില്ല, എല്ലാം സമൃദ്ധി 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 തന്നെയായിരിക്കും. ഇങ്ങനെ പഠിപ്പിക്കുന്നവർ. യിരെമ്യാവിൻ്റെ ദൂതിൽ നിന്നും ജീവിതത്തിൽ നിന്നും നാം പഠിച്ചത് അതല്ല. ദൈവത്തിങ്കിലേക്ക് വന്നെന്നാൽ അതിന് നിങ്ങൾ വില കൊടുക്കണമെന്നത്രേ. എന്നാൽ എന്ത് വില കൊടുത്താലും അതൊരിക്കലും നഷ്ടമാകില്ല, കുറഞ്ഞു പോകില്ല. ഇതാണ് യിരെമ്യാവ് പറയുന്നത്. അത് നിങ്ങളെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നയിക്കും. ദൈവത്തെ സേവിച്ചു കൊള്ളാമെന്നൊരു തീരുമാനം യഹൂദാ ജനം എടുത്തെങ്കിലും ആ ദേശത്തുണ്ടായി ഉണർവ് ആഴമില്ലാത്ത ഒരു അനുഭവമായിരുന്നു എന്ന് നാം കാണുന്നു.
യിരെമ്യാവിൻ്റെ വാക്കുകൾക്ക് ഫലമുണ്ടായി. ആത്മാർത്ഥതയോടെ ചിലരൊക്കെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു എന്നതിൽ തർക്കമില്ല. എന്നാൽ ദേശം താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. ഉണർവിന് ശേഷം ആത്മീക കാര്യങ്ങളിൽ ജനങ്ങൾക്കുള്ള താല്പര്യം നഷ്ടപ്പെടുവാൻ തുടങ്ങി. ജനങ്ങൾ തങ്ങളുടെ പഴയ വഴികളിലേക്ക് മടങ്ങിപ്പോയി. ഉണർവിന് നേതൃത്വം നൽകിയ രാജാവ് പോലും ഒരു മണ്ടത്തരം കാണിച്ചു. യോശിയ രാജാവ് മിസ്രയീം രാജാവിനെതിരായി യുദ്ധം ചെയ്യുവാൻ അവൻ മെഗിദ്ദോയിലേക്ക് പോയി. അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു. അവിടെ വെച്ച് യോശിയാവിന് കഠിനമായി മുറിവേൽക്കുകയും യിരെമ്യാവ് അവനെ ചൊല്ലി കരയുകയും ചെയ്യുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യിരെമ്യാവ് കരഞ്ഞത് ജനം വിഗ്രഹാരാധനയിലേക്കും അസാൻമാർഗീയതയിലേക്കും തിരികെ പോകും എന്ന ചിന്തയിലായിരുന്നു. അങ്ങനെ തന്നെ ആ ജനം പോയി. അവർ കേൾക്കുവാൻ ആഗ്രഹിക്കാതിരുന്ന ഒരു ദൂത് അവരോട് പറയുവാൻ യിരെമ്യാവ് നിർബന്ധിതനായി. അവർ അവൻ്റെ ദൂത് നിരസിക്കുകയും അവനെ കൊല്ലുവാൻ പരിപാടിയിടുകയും ചെയ്തതിനാൽ തൻ്റെ സ്വന്തം ദേശമായ അനാഥോത്ത് വിട്ട് അവൻ പോകേണ്ടി വന്നു. യോശിയാവ് ഈ പറഞ്ഞ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവനെ സംരക്ഷിച്ചേനും, യിരെമ്യാവിനെ സംരക്ഷിച്ചേനും. എന്നാൽ യോശിയാവ് മരിച്ചു കഴിഞ്ഞിരുന്നു. യെഹോവാഹാസ് സിംഹാസനത്തിൽ വന്നെങ്കിലും വളരെ ചുരുങ്ങിയൊരു കാലം, 3 മാസം മാത്രമേ അവൻ ഭരിച്ചുള്ളൂ. പിന്നെ വന്നവൻ ചില മാസങ്ങൾ മാത്രം ഭരിച്ചിട്ട് പോയി. യിരെമ്യാവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ആരും തയ്യാറായിരുന്നില്ല. എത്ര വലിയൊരു ദൂതാണ് സർവശക്തനായ ദൈവം യിരെമ്യാവിലൂടെ ഈ ജനത്തോട് അറിയിക്കുന്നത്. എല്ലാ കാലത്തും ദൈവം ജനത്തോട് അറിയിക്കുന്ന ദൂത് ഇതുപോലെയാണ്: മടങ്ങി വരിക, പാപമേറ്റു പറയുക, പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക. അങ്ങനെ വരുമ്പോൾ അത് നമുക്കും നമ്മുടെ ദേശത്തിനും വരുവാനുള്ള തലമുറയ്ക്കും അനുഗ്രഹമാകും. ദൈവ വഴികളിൽ നിന്നും മാറിപ്പോയാൽ അതൊരിക്കലും ശുഭമാകില്ല. ഇത് പറയുന്നവനെ എങ്ങനെയെങ്കിലും തള്ളിക്കളയുവാനുള്ള ശ്രമമാകരുത്. പിന്നെയോ ദൈവവചനം കേൾക്കുവാനും അനുസരിക്കുവാനുമുള്ള ആ നല്ല ബുദ്ധി നമുക്കുണ്ടാകണം. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുവാനും അത് ദൈവശബ്ദമായി അംഗീകരിച്ചനുസരിപ്പാനും സാധിക്കുന്നുണ്ടോ? അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ക്രിസ്തുയേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ദൈവിക കൂട്ടായ്മ അനുഭവിക്കുവാൻ നാം ദൈവഹിതത്തിൽ ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നാകുന്നു അവിടെ നമ്മോട് അരുളി ചെയ്യുന്നത്. കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ നമുക്ക് അവനിൽ വസിക്കാം.